സകല രാജ്യങ്ങൾക്കും സമാധാനവും ക്ഷേമവും നേർന്ന് കൊടികളിൽ തൊട്ടുള്ള പ്രാർത്ഥനയാണ് ഈ കാണുന്നത്. വിവിധ പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ പാസ്റ്റർമാർ ഉദയംപേരൂർ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ചായിരുന്നു പ്രാർത്ഥന. വിവിധ രാജ്യങ്ങളുടെ കൊടികൾ ഇങ്ങനെ നിരത്തിവെച്ചുള്ള പരിപാടി. അതിലൊന്ന് പാകിസ്ഥാന്റേതായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ പ്രാർത്ഥനയുടെയും കൊടികളുടെയും ദൃശ്യങ്ങൾ കണ്ട് BJP നേതാവ് ശ്രീകുട്ടനാണ് പോലീസിന് പരാതി നൽകിയത്. സ്ഥലത്തെത്തിയ പോലീസ് പാസ്റ്ററും സംഘാടകനും ഓഡിറ്റോറിയത്തിന്റെ ഉടമയുമെല്ലാമായ ദീപു ജേക്കബിനെതിരെ കേസെടുത്തു. പാകിസ്ഥാൻ കൊടിയും കണ്ടുകെട്ടി കൊണ്ടുപോയി. കഴിഞ്ഞ 1.5 വർഷമായി സകല രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ 20 രാജ്യങ്ങളുടെ പതാക ഉപയോഗിക്കാറുണ്ടെന്നും അതിലൊരു കൊടി മാത്രമാണ് പാകിസ്ഥാന്റേതെന്നും മറ്റൊരു ദുരുദ്ദേശവുമില്ലെന്നുമാണ് ദീപു പോലീസിന് മൊഴി നൽകിയത്. മതസ്പർദ്ധയ്ക്കും കലാപാഹ്വാനത്തിനുമാണ് കേസ്. ഈ ആത്മീയതയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിജ്ഞാനമാണ്. ഒരു മനുഷ്യന് പരിജ്ഞാനമില്ലെങ്കിൽ, ഒരു സഭയ്ക്ക് പരിജ്ഞാനമില്ലെങ്കിൽ, ഒരു സഭയുടെ നേതാവിന് പരിജ്ഞാനമില്ലെങ്കിൽ അവന് ഒരിക്കലും ആത്മീയത മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. പരിജ്ഞാനമില്ലാത്ത ആത്മീയത പലപ്പോഴും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ഡ്രാമ മാത്രമായിരിക്കും. ഇത് പറയാനുള്ള കാരണം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ, ഞാൻ ആദ്യം വീഡിയോ പ്ലേ ചെയ്തതുപോലെ തന്നെ, വളരെ വിവാദമായൊരു വിഷയമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന ജീസസ് ജനറേഷൻ എന്ന് പറയുന്നൊരു ചർച്ചിൽ നടന്നൊരു പ്രാർത്ഥനയിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ കൊടിയെ പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. അത് എന്ത് പ്രാർത്ഥനയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർ പറയുന്നു, 1.5 വർഷമായി ഞങ്ങൾ നിരന്തരം 20 രാജ്യങ്ങളുടെ പതാക ഞങ്ങളുടെ ചർച്ചിലുണ്ട്, 20 രാജ്യങ്ങളുടെ പതാക പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന രീതിയിലാണ് അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ ദീപു ജേക്കബ് എന്ന് പറയുന്ന ആ പാസ്റ്റർ, അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ നിരന്തരമായി 20 രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിൽ ഒരു രാജ്യമായ പാകിസ്ഥാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിൽ അസ്വാഭാവികത ഒന്നുമില്ല എന്ന് തന്നെയാണ് തൻ്റെ വാദഗതി. തീർച്ചയായും ആ വാദഗതിയോട് യോജിക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഏറ്റവും വലിയ ഒരു ദുരന്തം നമ്മൾ കണ്ടവരാണ്. പഹൽഗാമിൽ നടന്ന ദുരന്തം അനേകം മനുഷ്യരുടേതായ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരു നാടിനെ മുഴുവനും, ഒരു രാജ്യത്തെ മുഴുവനും കലുഷിതമാക്കുവാൻ തക്കവണ്ണമുള്ള പ്രവർത്തനം ചെയ്ത ഒരു രാജ്യമായിരുന്നു പാകിസ്ഥാൻ എന്ന രാജ്യം. ആ രാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ആർക്ക്? നമ്മുടെ രാജ്യത്തിന്. അങ്ങനെ ഒരു നിയമവും അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരന്മാരും നീങ്ങേണ്ടത് നമ്മുടെ അത്യാവശ്യമായൊരു കാര്യം തന്നെയാണ്. നമ്മുടെ വീട്ടിലെ കാര്യം പോലെ തന്നെയാണ് രാജ്യത്തിൻ്റെ കാര്യത്തിന്മേലും നാം നിർബന്ധം പിടിക്കണമെന്നുള്ളത്. പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഈ രാജ്യത്തിൻ്റെ പതാക വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത ഈ ചർച്ചിലുണ്ടായതാണ് ഏറ്റവും വലിയ വിവാദവും കേസുമായത്. ഞാനുമൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്. എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. നമ്മളാരും മറ്റ് വസ്തുക്കളോ മറ്റ് സിംബലുകളോ മറ്റ് രാജ്യത്തിലുള്ള അല്ലെങ്കിൽ സാത്താന്യമായ എന്തെങ്കിലും ഒരു ഫലകങ്ങളോ ഒന്നും എടുത്ത് നമ്മുടെ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് ചർച്ചിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ വചനം, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനം മുറുകെ പിടിച്ചാണ് പ്രാർത്ഥിക്കാറ്. അല്ലാതെ സാത്താന്യമായ ഏതെങ്കിലും സാത്താന്യ ബൈബിളോ അല്ലെങ്കിൽ സാത്താന്യമായ പുസ്തകങ്ങളോ എടുത്തുകൊണ്ടുവന്ന് ഇത് മുറുകെ പിടിച്ച് ഇത് സാത്താന്യമല്ല, ഇത് ദൈവികമാകണമെന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. സാത്താന്യ കുണുക്കുകൾ എടുത്ത് ചർച്ചിൽ കൊണ്ടുവന്ന് ഈ കുണുക്കിൽ മേൽ കൈവച്ച് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഏതെങ്കിലും രാജ്യത്തിൻ്റെതായ സംസ്കാരം എടുത്തുകൊണ്ട് ഈ സംസ്കാരം മാറണം, ഈ സംസ്കാരൻ്റെ ആകൃതി മാറണം, ഇതിൻ്റെ പ്രവർത്തന രീതി മാറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറില്ല. ഒരു AK-47 കൊണ്ടുവന്ന് ഇനി ഇത് വെടിവെക്കുവാനുള്ളതല്ല, ഇനി ഇത് സംരക്ഷിക്കുവാനുള്ളതാണെന്ന് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കാറില്ല. ഇതൊക്കെയാണ് പരിജ്ഞാനമില്ല എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്.
പാകിസ്ഥാൻ്റെ പതാക എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നീ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ലോകത്തിലെ എല്ലാ തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനി, പ്രാർത്ഥിക്കേണ്ടത് മറ്റൊരു മനുഷ്യൻ്റെ മാനസാന്തരത്തിന് വേണ്ടി മാത്രമാണ്. നീ തീവ്രവാദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തീവ്രവാദിയുടെ മാനസാന്തരം, അവൻ നല്ല മനുഷ്യനാകണം എന്നുള്ളത് വെച്ച് മാത്രമാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. അവൻ്റെ രക്ഷ, അവൻ്റെ മാനസാന്തരം, അവനിൽ സ്നേഹമുണ്ടാകണം, അവൻ മനുഷ്യനെ പോലെ ആകണമെന്ന് വെച്ചായിരിക്കണം, അതായിരിക്കണം നിൻ്റെ വിഷയം. അല്ലാതെ ആ തീവ്രവാദിയുടെ പതാകയോ അല്ലെങ്കിൽ ശത്രുവാണെന്ന് എണ്ണുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുവാണെന്ന് എണ്ണുന്ന മറ്റു രാജ്യത്തിൻ്റെ പതാകയോ അവൻ്റെ ഏതെങ്കിലും വസ്തുക്കളോ എടുത്ത് അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ബൈബിളിലില്ല. അത് മനുഷ്യനുണ്ടാക്കുന്ന രീതിയാണ്. ആ മനുഷ്യനുണ്ടാക്കുന്ന രീതിയിൽ അപാകതയുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം നാം ഓരോരുത്തരും. പ്രത്യേകിച്ച് ഒരു സഭയുടെ നേതാവ് അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തികൾ, മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തികൾ, ഞാനൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് വിവാദമാകുമോ, ഇത് തെറ്റാണോ എന്ന് പരിശോധിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ഇത്തരം പ്രവണതകൾ പലപ്പോഴും പലയിടങ്ങളിലും കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു പ്രവണതയാണ് വലിയ കാഹളം എടുത്തുകൊണ്ട് കാഹളം ഊതുന്ന പ്രവണത. പണ്ട് പഴയ നിയമകാലത്ത് കാഹളം ഊതിക്കഴിഞ്ഞാൽ ശത്രുക്കൾ ഓടുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പുതിയ നിയമസഭയിൽ മനുഷ്യരാൽ നിർമ്മിതമായ ഒരു കാഹളമെടുത്ത് ഊതി ശത്രുവിനെ ഓടിക്കുന്ന ഒരു പ്രാകൃതമായ രീതി. ഇങ്ങനെയൊക്കെ ഒരു പരിജ്ഞാനമില്ലാത്ത പ്രവർത്തനങ്ങൾ പല സഭകളിലും കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഇത്തരമായ വിവാദപരമായ വിഷയങ്ങളിലേക്ക് ഏർപ്പെടുന്നതും മനുഷ്യൻ പരിജ്ഞാനത്തിൽ അധപ്പതനം കുറിക്കുന്നതും. നാം ചിന്തിക്കേണ്ടത്, ഇപ്പോൾ നാം ആയിരിക്കുന്ന സിറ്റുവേഷൻ, ഇന്ത്യ ആയിരിക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയുള്ളതാണ്? പാകിസ്ഥാനുമായി നമ്മൾ ഒരു ബന്ധവുമില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അവരുടേതായ വസ്തുക്കളോ അവരുടേതായ പതാകകളോ അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങളോ എടുത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടവരല്ല. പ്രത്യേകിച്ച് ഒരു ദൈവസഭ എന്ന് പറയുന്നത് പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. അതിൻ്റെ അകത്ത് മറ്റു വസ്തുക്കളോ കച്ചവട സാധനങ്ങളോ മറ്റ് ഏതെങ്കിലും ക്രമീകരണങ്ങളോ കൊണ്ടുവന്ന് അതിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടവരല്ല നാം. പ്രാർത്ഥിക്കേണ്ടത്, ആത്മാവിൽ പ്രാർത്ഥിക്കേണ്ടവരാണ് ഒരു ദൈവസഭ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വസ്തുക്കൾക്കോ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റെന്തെങ്കിലും ക്രമീകരണങ്ങൾക്കോ ഒരു സ്ഥാനവുമില്ല. പലപ്പോഴും ഇത് മനസ്സിലാക്കാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്, ഇങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ മറ്റുള്ളവർക്കും വരുന്നതും അവർ ആ തെറ്റിദ്ധാരണ മുഖാന്തരം പല സഭകൾക്കുമെതിരെ കേസ് കൊടുക്കുന്നതും. അതുകൊണ്ട്